മാന്ത്രിക പാത്രമേ, എനിക്ക് കുറച്ച് പഴങ്ങൾ തരൂ. അത് കഴിച്ചാൽ കുട്ടികളുടെ അസുഖം ഭേദമാവണം. അപ്പോഴേക്കും മാന്ത്രിക പാത്രത്തിൽ ഒരുപാട് ഫലങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഗോൾഡി ആ ഫലങ്ങൾ കൊണ്ടുപോയി ഓരോ പിള്ളേർക്കും കൊണ്ടുകൊടുത്തു. എല്ലാ പിള്ളേരും ആ ഫലം കഴിച്ചു. അമ്മ, എന്റെ ശബ്ദം തിരിച്ചു വന്നു. അമ്മേ, ഇപ്പൊ എനിക്ക് എല്ലാം കാണാം. എല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടി. എല്ലാരും സന്തോഷത്തോടെ തിരിച്ച് ഗോൾഡിയുടെ വീട്ടിലെത്തി. ഗോൾഡി പരുന്തേ, നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ ഞങ്ങളുടെ കുട്ടികളുടെ അസുഖങ്ങളെല്ലാം മാറ്റി. നന്ദിയുണ്ട് സുഹൃത്തുക്കളെ. എന്തായാലും ഇത് പറയേ, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആരാണ്? ഇത് കേട്ട് ഗോൾഡി പേടിച്ചുപോയി. പക്ഷെ എന്തു തന്നെയായാലും സത്യം നേരിട്ടേ പറ്റുള്ളൂ മനസ്സിലായി. ഇത് പറയാനായി എനിക്ക് ഒരുപാട് ഭയമുണ്ട്. പക്ഷേ അത് ഞാൻ തന്നെയാ. എന്ത്? നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഗോൾഡി? ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളെല്ലാവരും പരസ്പരം സഹായിക്കുന്നത് നിർത്തണമെന്നാ. നിങ്ങൾ എന്നെ പോലെ ജീവിക്കണമെന്നാ. അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് കേട്ടപ്പോ മൃഗങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അവനോട് ദേഷ്യമായി. ഗോൾഡി ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തേക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളതിന് സമ്മാനം തരണ്ടേ? അല്ല, വേണ്ട, നോ താങ്ക്സ്. എല്ലാരും ഗോൾഡിയുടെ അടുത്തേക്ക് പോയി. അവന്റെ നിലവിളി കാട് മൊത്തം കേൾക്കാൻ തുടങ്ങി. എന്നെ വിടൂ, എന്നെ ഉപദ്രവിക്കല്ലേ, കൊല്ലല്ലേ. അടുത്തു നിന്നിരുന്ന മാലാഖയും ചിങ്കിയും ഗോൾഡിയുടെ നിലവിളി കേട്ട് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, തിന്മ നമ്മൾ എത്ര ചെയ്താലും പക്ഷെ നന്മ ചെയ്യുന്നിടത്തോളം വരില്ല മറ്റൊന്നും.